പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ ആവേശഭരിതമായി ബി.ജെ.പി. പ്രവർത്തകർ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പുത്തരിക്കണ്ട മൈതാനത്തിലെ പ്രസംഗം. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി എല്ലാവരെയും ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. PMCയിലും സർക്കാരിന് വിമർശനമുണ്ടായി. കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയ പാർട്ടിയായി മാറിയെന്നും മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നായി മാറിയെന്നും വിമർശിച്ചു. അതേസമയം വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നുമുണ്ടായില്ല. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ വരണമെന്നായിരുന്നു അഭ്യർത്ഥന പ്രധാനമന്ത്രി. മോദിയുടെ സന്ദർശനവും അതിലെ രാഷ്ട്രീയവും നമുക്ക് ആഴത്തിൽ പരിശോധിക്കണം. പ്രശാന്ത് കൃഷ്ണയും അനന്തകൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തത്. പ്രശാന്ത്, പതിവിൽ നിന്നും വിപരീതമായി നമ്മൾ ഒരുപാട് തവണ പ്രധാനമന്ത്രിയായ ശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി പ്രധാനമന്ത്രി വരുമ്പോഴും അതിനേക്കാൾ ഒരു ആവേശഭരിതമായ രീതിയിൽ BJP പ്രവർത്തകർക്ക് ഒരുപാട് ബൂസ്റ്റർ ഡോസ് പോലെ, കാരണം അവർക്ക് കുറച്ചുകൂടി എനർജി സമ്മാനിക്കുന്ന രീതിയിലായിരുന്നു പ്രസംഗം പോയത്. പക്ഷേ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രിയുടെ രീതിയായിരുന്നു. രണ്ട് പേരെയും കടന്നാക്രമിക്കുന്നു, LDFനെ UDFനെ. അവിടെ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. അതായത് മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ്, കോൺഗ്രസ് മുന്നണി എന്നുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം അത് എത്രത്തോളം എടുത്ത് പരിശോധിക്കേണ്ടതാണ്? എല്ലാ കാലത്തും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഇങ്ങനെ രാഷ്ട്രീയ പ്രചരണത്തിന് വരുമ്പോൾ ഇരു മുന്നണികളെയും കടന്നാക്രമിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ആവേശം കൂടാൻ കാരണം ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്നൊരു സമയത്താണ്. മാത്രമല്ല, ഒരു റോഡ് ഷോയൊക്കെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നടത്തുന്നതും അങ്ങനെ ഒരു സംഭവം മുൻപ് തിരുവനന്തപുരത്ത് അത്ര പരിചയമില്ല. എറണാകുളത്തും തൃശ്ശൂരൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ BJPയുടെ വേദിയിലെ പ്രസംഗം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, BJP LDFനെതിരെ ലക്ഷ്യമിടുന്നത്, LDFനെതിരെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. കാരണം LDF സർക്കാർ ശബരിമല ആചാരത്തെ ഹനിക്കുന്നു എന്നതടക്കം, അത് യുവതി പ്രവേശകാലത്തെ നടപടികൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതിനുശേഷം സ്വർണ്ണക്കൊള്ള നടത്തിയവരെ ആര് തന്നെയായാലും BJP അധികാരത്തിൽ വന്നാൽ തടവറയിലാക്കും എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അവിടെ അദ്ദേഹം UDFൻ്റെ കാര്യം പേരെടുത്തൊന്നും പറയുന്നില്ല. ഇവിടെ രാഷ്ട്രീയമായി BJP ഈ പോറ്റി സോണിയാഗാന്ധി വിഷയമൊക്കെ പറയുമെങ്കിൽ പോലും പ്രധാനമന്ത്രി അതവിടെ ഉന്നയിച്ചില്ല. അതേസമയം തന്നെ എനിക്കൊരു ആശ്ചര്യം തോന്നിയത്, ഈ ലീഗിനേക്കാൾ വലിയ വർഗീയ പാർട്ടി കോൺഗ്രസ് മാറിയെന്ന് പറയുന്ന ഒരു നരേറ്റീവിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ, കാരണം അവിടെ LDFനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPMനെ കുറിച്ച് പറയുന്നില്ല. ലീഗിനേക്കാൾ വലിയ വർഗീയ പാർട്ടിയായി കോൺഗ്രസ് മാറി. നമ്മളിപ്പോൾ പല ചർച്ചകളും കേരളത്തിൽ നടക്കുകയാണ്. അതായത് സമുദായ സംഘടനകൾ ഉൾപ്പെടെ, വെള്ളാപ്പള്ളി ഉൾപ്പെടെ ഒരു നരേറ്റീവ് കേരളത്തിലേക്ക് വെച്ചുകൊണ്ട് ചർച്ച നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇങ്ങനെ വന്നൊരു വാക്ക് പറയുന്നത്. CPM ഉന്നയിക്കുന്ന അല്ലെങ്കിൽ LDF ഉന്നയിക്കുന്ന, കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ജമാഅത്തെ ഇസ്ലാമി ബന്ധം, ഈ LDF മുസ്ലിം ലീഗുമായി ചേർത്തുള്ള ആരോപണമാണ് SNDP ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ BJP കേരളത്തിൽ ഒരുപാട് നാളുകളായി, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്ന പ്രധാന വിഷയം കോൺഗ്രസിൻ്റെ UDFൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. അപ്പോൾ പ്രധാനമന്ത്രി വന്ന് പറയുന്നത് UDFനെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്നത് MMC എന്നുള്ള ഒരു പുതിയ പദമാണ്. അതായത് കോൺഗ്രസ് ലീഗിനെക്കാരും വലിയ വർഗീയവാദം പറയുന്നു, കമ്മ്യൂണിസ്റ്റുകളെക്കാരും വലിയ മാവോവാദം പറയുന്നു എന്നുള്ള വിഷയം ഉയർത്തിയാണ്. അപ്പോൾ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ UDFനെതിരെ BJP പ്രചാരണായുധമാക്കുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിക്കുള്ള അല്ലെങ്കിൽ ഒരു ഹിന്ദു വിഭാഗത്തിനുള്ള ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി ഇതിലൂടെ നൽകുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ BJP ഈ UDFനെതിരെ ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധമെല്ലാം തന്നെ LDFനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം BJPയുടെ അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് അടിസ്ഥാന ഹിന്ദു വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും LDFലേക്ക് ആ ചോർച്ച ഉണ്ടാകുന്നത് BJPക്ക് ക്ഷീണം ചെയ്യും. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് LDFനെയും UDFനെയും രണ്ട് രീതിയിൽ, രണ്ട് വിഷയങ്ങൾ ഏതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളും സംസ്ഥാന സർക്കാർ തടഞ്ഞു വയ്ക്കുന്നു. PM ശ്രീ വിഷയം പ്രത്യേകമായി എടുത്ത് ചൂണ്ടിക്കാട്ടി തന്നെ പറയുന്നു. നഗരവികസനവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വലിയ ആവേശമോ കൊട്ടിഘോഷലോ നമുക്ക് തോന്നില്ലെങ്കിലും വളരെ ഉന്നമിട്ടുള്ള പ്രസംഗം തന്നെയായിരുന്നു. അനന്തൻ,
ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാർത്ത വന്നത് പ്രധാനമന്ത്രി വരുമ്പോൾ നഗരവികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ, അത് നഗരസഭ നേരത്തെ വിശദീകരണം വന്നത് അങ്ങനെ ഒരു കൂടിയാലോചനകൾ സംസ്ഥാന സർക്കാരിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടിയാലോചനകൾ വേണം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സൂചകങ്ങളായി വരുമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചൊരു എനർജി, ഇനിയിപ്പോൾ 2 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നഗരസഭയിലെ ആ ഒരു മുന്നേറ്റം, പിന്നെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളതാണ്. പല സ്റ്റേറ്റുകളിലും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലും പറയുന്നുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ഗുണകരമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ തിരുവനന്തപുരത്തെ സന്ദർശനം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ മുന്നൊരുക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, അത് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു, BJPയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് പ്രഖ്യാപനങ്ങൾ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വരവാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനം. അതായത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ BJP ഭരണം നേടിയപ്പോൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം BJP പാലിക്കപ്പെടുമ്പോൾ BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 5 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ പരിധി കൂടി വരുന്ന സ്ഥലത്താണ്. ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രശാന്ത്, അതായത് BV രാജേഷ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണ ഘട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ്, 45 ദിവസത്തിനുള്ളിൽ കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും. ഞാനടക്കം അത് ട്രോളായിട്ട്, കാരണം നമ്മൾ ട്രോളായിട്ട് ഫേസ്ബുക്കിൽ, അതായത് നമുക്ക് അസംഭവ്യമെന്ന് തോന്നിയ ആ വാഗ്ദാനം പാലിച്ചു. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സമഗ്ര ഒരു വികസന രേഖ തയ്യാറാക്കാനുള്ള പ്രോജക്റ്റും കൂടി BV രാജേഷ് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു വാചകം കൂടി BV രാജേഷ് പറഞ്ഞു, ഇത് പൂർണ്ണമല്ല. വരുന്ന ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് ഒരു 2030 ആകുമ്പോഴത്തേക്കും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിതമായ 3ാമത്തെ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുന്ന ഒരു ബൃഹത് പ്രോജക്റ്റ് കൂടി ഞങ്ങൾ സമർപ്പിക്കാൻ പോകുന്നത്. ഒരു സംശയം ചോദിച്ചു. നമുക്കൊരു സംസ്ഥാന സർക്കാരിനെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും പ്രധാനമന്ത്രിമാരെ മുൻപ് എവിടെയെങ്കിലും ഒരു നഗരത്തിന് മാത്രം പ്രത്യേക ഒരു പ്രോജക്റ്റ് അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ അത് സംസ്ഥാന സർക്കാരിനോടും കൂടി ആലോചിച്ച് വേണമല്ലോ. പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഏത് സ്ഥലത്തായാലും, നഗരത്തിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും നടപ്പാക്കേണ്ടത്. ചില കേന്ദ്ര പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് സ്മാർട്ട് സിറ്റി പോലുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും PWD ഒക്കെ സഹകരിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ സഹകരിച്ചിട്ടുണ്ട്, കേന്ദ്ര ഫണ്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഫണ്ടും അതിലും ഉണ്ട്. അതിനപ്പുറം ഇതിനകത്ത് ഞാൻ പ്രധാനമായും കണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രശാന്ത് പറഞ്ഞ പോലെ, അതായത് കൃത്യമാണ് ഈ രാഷ്ട്രീയം. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു UDF സർക്കാർ വരാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സന്ദേശം കൂടി ഇന്ന് മോഡി കൊടുത്തിട്ടുണ്ട്. കാരണം മോഡി അറ്റാക്ക് ചെയ്തത് കോൺഗ്രസിനെയാണ്. സംസ്ഥാന ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ശബരിമല മാത്രമാണ് ഉന്നയിക്കപ്പെട്ടത്. അതിനൊപ്പം തന്നെ ന്യൂനപക്ഷ അതിനകത്ത് കൊള്ളക്കാരാണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മാത്രം അതിനകത്ത് സ്വർണം കൊള്ളയടിച്ചു, അതുപോലെ തന്നെ ആചാരലംഘനം ഇടതു ഗവൺമെന്റ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞതിന് ശേഷം ചിലർ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. മറ്റൊന്ന്, മാവോയിസ്റ്റുകളെയും മുസ്ലിം ലീഗിനെയും കൂടെ കൂട്ടിക്കെട്ടിയാണ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തത്. അവിടെ ഒരു മുസ്ലിം, അതായത് ന്യൂനപക്ഷ പ്രീണനം എന്ന് വാക്ക് ഉപയോഗിക്കുന്നില്ല കോൺഗ്രസിനെതിരെ. അവിടെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് മുസ്ലിം പ്രീണനം എന്നുള്ള ഒരു ആശയം തന്നെയാണ് മോദി മുന്നോട്ട് വെക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിൽ നിന്ന് വേർതിരിച്ച് നിർത്തുകയും ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയം കൃത്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയുമ്പോൾ ഒരു ഹാർഡ് കോർ നിലപാടെടുക്കുന്ന ഒരു സംഘടന എന്ന് പറയാം. പക്ഷെ മുസ്ലിം ലീഗിനെ തന്നെ പറയുമ്പോൾ കോൺഗ്രസിന്റെ മോദിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സംഘടനകളോട് സമീപകാലത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന അനുകൂലമായ നിലപാടും ഒക്കെ ആ ഒരു വിമർശനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് MMC, മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ് വേണമെങ്കിൽ അതും കൂടെ ചേർക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എതിർക്കാൻ പോകുന്നത് UDFന്റെ വരവിനെ തന്നെയാണ് എന്നുള്ളത് BJPയും നരേന്ദ്രമോദിയും പറഞ്ഞു വെക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ UDFനൊപ്പം മുസ്ലിം വോട്ടുകൾ നിൽക്കുന്നു. അത് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി അതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ UDFന് അനുകൂല സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയുള്ള പ്രശാന്ത് എടുത്ത് നമ്മൾ ഈ പറയേണ്ടത്, നമ്മൾ ആ കാര്യം പറയേണ്ടത്, ഇത്രയും 1 മണിക്കൂറിലൂടെയുള്ള ആ പ്രസംഗത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും CPMനെ നോവിച്ചിട്ടില്ല, സർക്കാരിനെ നോവിച്ചിട്ടില്ല. അതേസമയം വളരെ ഗുരുതരമായ രീതിയിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതായത് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കുന്നത്, മുൻപ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അവിടെ ലീഗിന്റെ പതാകയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് എത്രത്തോളം രാഷ്ട്രീയമായി ഉപയോഗിച്ചെന്ന് നമുക്കറിയാം. ആ നിലയ്ക്ക് കോൺഗ്രസിനെയും ലീഗിനെയും ചേർത്ത് വെക്കുന്ന അവിടെ മാവോയിസ്റ്റ് എന്ന ഒരു എലമെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിലായിരിക്കണം.
എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പൊതുവായിട്ട് പ്രധാനമന്ത്രി ആക്രമിക്കുന്നത് ഈ വികസന കാര്യത്തിൽ തടയിടുന്നു, അതുപോലെ തന്നെ ഈ അഴിമതി, ഈ രണ്ട് കാര്യങ്ങളിൽ ഇവർ രണ്ടുപേരും രണ്ട് കൊടിയാണെങ്കിലും ആശയപരമായി അല്ലെങ്കിൽ അജണ്ടപരമായി ഇവർക്കൊന്നാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവർ അറ്റാക്ക് ചെയ്തത് ഈ രണ്ട് വിഷയങ്ങളിലാണത്. എൽ ഡി എഫിനെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ BJP ലക്ഷ്യമിടുന്നത് LDF വോട്ടുകളാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. തീർച്ചയായും അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമോ? രണ്ട് അയ്യപ്പ വിഗ്രഹങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് കൈമാറിയത്. ഒന്ന് BJP, ഒന്ന് BJP കൊടുത്തത് അയ്യപ്പൻ നമ്മൾ സാധാരണ കാണുന്ന അയ്യപ്പ വിഗ്രഹം, മറ്റൊന്ന് മഹിഷിയെ കൊല്ലുന്ന അയ്യപ്പന്റെ ഒരു, അതായത് വില്ലാളി വീരനായിട്ടുള്ള മണികണ്ഠന്റെ ഒരു രൂപം. അത് BDJS നേതാവാണ് തുഷാർ വെള്ളപ്പള്ളിയാണ് കൈമാറിയത്. അല്ല, ഈ കഴിഞ്ഞ ആഴ്ച അമിത്ഷാ വന്നപ്പോഴും BJP ഉപഹാരമായി നൽകിയ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമലയാണ് BJP പ്രചാരണമായി രണ്ട് കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വിഷയം എന്ന രീതിയിൽ നരേന്ദ്രമോദി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉന്നയിക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഉന്നയിച്ച വികസിത് കേരളം, വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേറെ ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ. മറ്റ് ഏതെങ്കിലും വർഗീയ പരാമർശങ്ങളോ അതല്ലെങ്കിൽ ബാബറി മസ്ജിദ് പോലുള്ള വിഷയങ്ങളോ അതല്ലെങ്കിൽ മറ്റു ഒരു വിഷയവും ഉന്നയിച്ചില്ല. മറ്റൊന്ന് ശബരിമല. ഈ രണ്ട് വിഷയം, വികസിതമായ ഒരു കേരളത്തിന് വേണ്ടി ഞങ്ങൾ വരുന്നു, മറ്റൊന്ന് ശബരിമലയിലെ ആചാരം എങ്ങനെയെങ്കിലും കൊള്ളക്കാരെ പിടിക്കാൻ. AK ബാലന്റെ പരാമർശം, ജമാഅത്ത് ഇസ്ലാമി പരാമർശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇത് ഞങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ പറയുന്ന കാര്യമല്ലേ എന്നാണ് പറയുന്നത്. തീർച്ചയായും അപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്തേക്ക് വന്ന് എടുത്തു പറയേണ്ടത്. CPM-നെ നോവിക്കുന്ന രീതിയിലേക്ക് ഒരു തരത്തിലുള്ള പ്രസ്താവനകളും നടത്തിയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചിലർ ജയിലിലായി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കൃത്യമായി കടന്നാക്രമിക്കുന്നു, ലീഗിനെ ചേർത്ത് വയ്ക്കുന്നു, മാവോയിസ്റ്റ് എന്ന പദം കൂടി കോൺഗ്രസിനൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.